ഹായ് ഓൾ ഡാലിയ കളക്ഷൻസിന്റെ എല്ലാ കസ്റ്റമേഴ്സിനും വ്യൂവേഴ്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമുക്ക് ഹോളി കമ്മ്യൂണിയനോ അല്ലെങ്കിൽ ചർച്ച് ബേസ്ഡ് ആയിട്ടോ അല്ലാതെ ഒക്കെ എല്ലാവർക്കും, അതായത് ഒരു വൈറ്റ് ഓഫ് വൈറ്റ് കളർ ഷെയ്ഡുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഏത് ഒരാൾക്കും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സാരീസിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ കാണുന്നത് മൾച്ചന്തേരി ഫാബ്രിക്കിലാണ് കേട്ടോ. കാരണം ഇതിനകത്ത് പല മെറ്റീരിയൽസും വരുന്നുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫസ്റ്റ് നമ്മൾ കാണുന്നത് മൾച്ചന്തേരി ഫാബ്രിക് ആണ്. അതിലേക്ക് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ആപ്ലിക് വർക്ക്, ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് അതിനകത്ത് കോൺട്രാസ്റ്റ് ആയിട്ട് ആ ഒരു പീച്ച് കളറിലേക്കാണ് ആപ്ലിക് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇപ്പോൾ വളരെ ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ആപ്ലിക് വർക്ക്. നല്ല രസമായിട്ട്, അത് മൾച്ചന്തേരി ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ഏതൊരു ഏജ് ഗ്രൂപ്പുകാർക്കും വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ. കാരണം മൾച്ചന്തേരി ഫാബ്രിക് ഇതുപോലെ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല പോലെ ഒതുങ്ങി നല്ല ഭംഗിയായിട്ട് കിടക്കുകയും ചെയ്തോളും. അപ്പം ഇങ്ങനെയാണ് സാരി വരുന്നത്. രണ്ട് സൈഡും നല്ല ഫിനിഷിങ്ങിൽ നല്ല ഭംഗിയായിട്ട് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ. അതുപോലെ ബോഡിയിലേക്ക് ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ എംബ്രോയിഡറി വർക്ക്, ആ ഒരു സെയിം കളറിലേക്ക് തന്നെ എംബ്രോയിഡറി വർക്കുകളും സ്കാറ്റേഡ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് സാരിയുടെ ഒരു വ്യൂ വരുന്നത്. മുന്താണിയുടെ എൻഡ് വരേക്കും അത് അങ്ങനെ തന്നെ വരുന്നു. നല്ല ഭംഗിയായിട്ട് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളേഴ്സുമാണ് ആഡ് ചെയ്തേക്കുന്നത്. എല്ലാ സൈഡും ഇതുപോലെ സ്കാലപ്പ് ഫിനിഷിംഗ് വരുന്നുണ്ട്. ബ്ലൗസ് പീസ് സാരി ഹെവി ആയതുകൊണ്ട് തന്നെ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് ബ്ലൗസ് പീസ് വരുന്നത്. സ്ലീവ് എൻഡിലേക്ക് ഇതുപോലെ ഒരു സ്കാലപ്പ് ഫിനിഷിംഗ് കൊടുക്കുന്നുണ്ട് കേട്ടോ. 3055 3055 ആണ് സാരിയുടെ പ്രൈസ് വരുന്നത്. നമുക്ക് അടുത്ത ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് വരുന്നത് അതിന്റെ കോൺട്രാസ്റ്റ് ഷെയ്ഡ് മാത്രമാണ് കേട്ടോ വ്യത്യാസം വരുന്നത്. ഇതിലേക്ക് ഒരു ഗ്രേഷ് ബ്ലൂ ഷെയ്ഡിലേക്കാണ്. നല്ല ക്യൂട്ട് ആയിട്ടുള്ള കളേഴ്സ് ആണ് കേട്ടോ എല്ലാം വരുന്നത്. നിങ്ങൾക്ക് വൺ പ്ലേറ്റ് ഇട്ടാലും മടക്കി കുത്തിയാലും ഒക്കെ ഭയങ്കര ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ആപ്ലിക് വർക്കിന്റെ ഭംഗി അല്ലെങ്കിലും നല്ല രസമാണല്ലോ കാണാൻ. രണ്ട് സൈഡും ഇതുപോലെ സ്കാലപ്പ് വരുന്നുണ്ട്. മുന്താണി വരുന്നത് ഇങ്ങനെ, ബ്ലൗസ് പീസ് വിത്ത് സ്കാലപ്പോട് കൂടിയിട്ട് തന്നെ വരുന്നു. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബേബി പിങ്ക് കളർ ഷെയ്ഡിലേക്കാണ് കേട്ടോ. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. എല്ലാം നല്ല ക്യൂട്ട് ആൻഡ് നല്ല ഭംഗിയായിട്ട് ചെയ്തേക്കുന്ന ആപ്ലിക് വർക്കാണ്. രണ്ട് സൈഡും സ്കാലപ്പ് ഫിനിഷിങ് വരുന്നുണ്ട്. മുന്താണി വരുന്നത് ഇങ്ങനെ, ബ്ലൗസ് പീസ് ഇതുപോലെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു അക്വാ ഗ്രീൻ കളർ ഷെയ്ഡിലേക്കാണ്. എല്ലാത്തിലും ബോഡി സെയിം കളർ ടോണിലേക്ക് തന്നെ വരുന്നു. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ആപ്ലിക് വർക്കാണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. എങ്ങനെ മുന്താണി ഇതുപോലെ വരുന്നു, ബ്ലൗസ് പീസ് സ്കാലപ്പോട് കൂടിയിട്ടാണ് കേട്ടോ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നത് ആ ഒരു കളർ ഷെയ്ഡ്, ബോഡി ഷെയ്ഡ് വരുന്നത് സെയിം തന്നെയാണ്. അതിലേക്ക് ഒരു ലൈലാക് പിങ്ക് കളർ ഷെയ്ഡിലേക്ക് നമ്മൾ ഇത്രയും നേരം കണ്ടതുപോലെ ഇതിന്റെ രണ്ട് സൈഡിലേക്കും ആ ഒരു ആപ്ലിക് വർക്ക് വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ഹെവി ആയിട്ടുള്ള ബോർഡർ രണ്ട് സൈഡിലേക്കും വരുന്നുണ്ട്. ഇതാ ഇങ്ങനെ ചൂടെ റിച്ച് ഫീൽ തരുന്ന സാരി, മറ്റേതിനേക്കാളും ഒന്നുകൂടെ ഒന്ന് റിച്ച് ആയിട്ട് നിൽക്കുന്ന സാരി തന്നെയാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഫിനിഷിങ്, അതിന്റെ സ്കാലപ്പൊക്കെ പോയിട്ടുണ്ട്. നല്ല ഫിനിഷിങ്, നല്ല ഭംഗിയായിട്ട് വരുന്ന. അതുപോലെ തന്നെ ബോഡിയിലേക്കും ആ ഒരു എംബ്രോയിഡറി വർക്ക് സെയിം ടോണിലേക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. മുന്താണി ഇതുപോലെ വരുന്നു. മുന്താണിയുടെയും എല്ലാ പോർഷനിലേക്കും നല്ല ഹെവി ആയിട്ട് തന്നെ ആ ഒരു വർക്ക് കൊടുക്കുന്നുണ്ട്. സാരി അത്രയും ഹെവി ആയതുകൊണ്ട് തന്നെ ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതിന്റെ പ്രൈസ് വരുന്നത് 3700 ആണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നത് എല്ലാം മെറ്റീരിയൽ മൾച്ചന്തേരി തന്നെയാണ് കേട്ടോ. ഇതിലേക്ക് വരുന്നത് ഒരു മിഷൻ എംബ്രോയിഡറി വർക്കാണ്. ശരിക്കും ആപ്ലിക് വർക്ക് അല്ല വരുന്നത്. നമുക്ക് ഫീലൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യെങ്കിലും ഇത് ആപ്ലിക് വർക്ക് അല്ല, ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് പോകുന്നത് കേട്ടോ. ഇങ്ങനെ ഇതും സ്കാലപ്പ് ഫിനിഷിംഗ് വരുന്നുണ്ട്. രണ്ട് സൈഡിലേക്കും ബോർഡർ വരുന്നുണ്ട്. സ്കാറ്റേഡ് ആയിട്ട് ബോഡിയിലേക്കും ആ ഒരു വർക്ക് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് നല്ല ഹെവി ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്ന സാരി തന്നെയാണ്. മുന്താണി വരുന്നത് ഇങ്ങനെ, മുന്താണിയുടെയും എല്ലാ സൈഡ്സിലേക്കും ആ ഒരു വർക്ക് വരുന്നുണ്ട്. ഇതിന്റെ ബ്ലൗസ് പീസിലേക്കും ഈ ഒരു എംബ്രോയിഡറി വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് എംബ്രോയിഡറി വർക്കുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് വരുന്നത് 2700 ആണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഒരു ടിഷ്യൂ ഓർഗൻസ ഫാബ്രിക് ആണ് കേട്ടോ. നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ നമുക്കിങ്ങനെ ഭയങ്കര ഓർഗൻസ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഭയങ്കര ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കുന്നുണ്ടോ, ഞാനിങ്ങനെ വെക്കുമ്പോൾ നന്നായിട്ട് ഒതുങ്ങി തന്നെ ഇരുന്നോളും. നല്ല ഒരു ചെറിയൊരു ഗ്ലേസിങ് അതിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബോർഡറിലേക്ക് വൈറ്റ് കളറിലേക്ക് തന്നെ ചെറിയൊരു നല്ലൊരു പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ ആപ്ലിക് വർക്കിന്റെ പോലെ തന്നെ വരുന്ന ആപ്ലിക് വർക്ക് തന്നെയാണ് വരുന്നത്. ഇതുപോലെ ഒരു എംബ്രോയിഡറി വർക്ക് രണ്ട് സൈഡിലേക്കും സ്കാലപ്പോട് കൂടിയിട്ട് തന്നെ വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെയാണ് കേട്ടോ അത് ചെയ്തേക്കുന്നത്. അതുപോലെ ബോഡിയിലേക്കും കോൺട്രാസ്റ്റ് ഷെയ്ഡ്, ഒരു ഓണിയൻ പിങ്കിന്റെയും കുറേ ലൈറ്റ് ഷെയ്ഡ്സിന്റെ ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡിലേക്കാണ് അതിന്റെ എംബ്രോയിഡറി വർക്ക് നല്ല തിക്കായിട്ട് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ഓണിയൻ പിങ്ക്, ലൈറ്റ് പീച്ച്, അതുപോലെ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് എല്ലാം കൂടെ വന്നിട്ട് അതിങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് ബോഡിയിലെല്ലാം വരുന്നുണ്ട്. വളരെ നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന സാരീസ് ആണ് കേട്ടോ ഇതെല്ലാം. ഇങ്ങനെയാണ് സാരിയുടെ ബോഡി വരുന്നത്. മുന്താണി വരുന്നത് ഇങ്ങനെ, ഇതാണ് മുന്താണി വരുന്നത്. മുന്താണിയുടെയും എല്ലാ സൈഡിലേക്കും ആ ഒരു ബോർഡർ നല്ല ഭംഗിയായിട്ട് കൊടുക്കുന്നുണ്ട്. സാരി ഹെവി ആയതുകൊണ്ട് തന്നെ ഇതിലേക്കും ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഇതിൽ കോൺട്രാസ്റ്റ് ഒക്കെ നമുക്ക് വേണമെങ്കിലും പെയർ ചെയ്യാം. ഈ ഒരു കളർ ഷെയ്ഡിലൊക്കെ വരുന്ന ബ്ലൗസ് വേണമെങ്കിലും പെയർ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അടുത്തത് നോക്കാം.
നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ആ ഒരു സെയിം ഫാബ്രിക് തന്നെയാണ് ഇതിലേക്കും വരുന്നത്. കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ചിക്കു കളർ, ചിക്കു ടു ഗോൾഡൻ കളർ, ആ ഒരു കളറിലേക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ആപ്ലിക് വർക്ക് യോക്കിലേക്ക്, സോറി ബോർഡറിലേക്ക് വരുന്നു, രണ്ട് സൈഡിലേക്കും. അതുപോലെ ബോഡിയിലേക്ക് ആ ഒരു എംബ്രോയിഡറി വർക്കുകളും പോകുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡാണ് കേട്ടോ. മുന്താണി വരുന്നത് ഇങ്ങനെ, ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. 2879 പ്രൈസ് വരുന്നത്. അടുത്ത് നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നത് ഒരു ടിഷ്യൂ വീവിങ്ങിലേക്ക്, ഒരു ബേജ് കളറിലേക്കാണ് വരുന്നത്. ടിഷ്യൂ വീവ് വരുന്നുണ്ട്, ഒരു ഗോൾഡൻ ടിഷ്യൂവിൻ്റെ ഒരു വീവിംഗ് ആണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഗോൾഡൻ നല്ലൊരു നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. ഭയങ്കര റിച്ച് ആയിട്ട് ഫീൽ ചെയ്യുന്ന സാരി തന്നെ. അതിലേക്ക് ഇതുപോലെ ത്രെഡ് എംബ്രോയിഡറി, ഓഫ് വൈറ്റ് കളറിലേക്ക് തന്നെ ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് പോകുന്നത്. വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാരി തന്നെയാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്ക് ഈ പ്ലീസ് ഉള്ളിലേക്ക് പോകുന്ന ഭാഗം പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു സാരി. അതുപോലെ ചെറിയൊരു ക്രോഷ്യ ലേസിൻ്റെ ഒരു ഫിനിഷിംഗ് കൂടെ ബോർഡറിലേക്ക് കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡിലും ബോർഡർ വരുന്നുണ്ട്. മുന്താണി വരുന്നത് ഇതുപോലെ ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് സ്ലീവെൻറ്റിലേക്ക് ക്രോഷ്യ ലേസ് ആഡ് ചെയ്തിട്ടുണ്ട്. 2345 പ്രൈസ് വരുന്നത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ, ഇനി ആർക്കെങ്കിലും ഷോപ്പിൽ വന്ന് നേരെ കണ്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വന്നും പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നതില്ല. ഏതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ഡിസ്പ്ലേയിൽ കാണുന്ന ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. താങ്ക്